ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2014 നൈജീരിയയിലെ ഒരു വന്യമായ വനം. അവിടെ വഴിതെറ്റിച്ചെന്ന കുറച്ച് യുവാക്കൾ ദൂരെ ഒരു കെട്ടിടം കണ്ടു. കാടിന്റെ നടുവിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച ഒരു ഗോഡൗൺ. ആകാംക്ഷയോടെ അവരതിൻ്റെ ഉള്ളിലേക്ക് ഓരോ ചുവടും എടുത്തു വെച്ചു. പക്ഷേ ആ വാതിൽ തുറന്ന് അവർ കണ്ടത് ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത അത്രയും ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു. വെറുമൊരു ഞെട്ടലല്ല സംഭവിച്ചത്. ആ യുവാക്കളുടെ നിലവിളി കേട്ടാണ് അന്ന് നൈജീരിയ ഉണർന്നത്. അത്രമേൽ ക്രൂരമായ എന്തായിരുന്നു ആ വനത്തിനുള്ളിൽ നടന്നത്. വീഡിയോയുടെ ഓരോ ഭാഗവും നിങ്ങളെ ഭയപ്പെടുത്തും. അതുകൊണ്ട് തന്നെ മനക്കരുത്ത് ഉള്ളവർ മാത്രം തുടർച്ചയായി കാണുക. നമുക്ക് ആ വനത്തിനുള്ളിലെ ഇരുണ്ട രഹസ്യങ്ങളിലേക്ക് പോകാം. നൈജീരിയയിലെ ആ ഭീകരമായ വനത്തിനുള്ളിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപ് അവിടുത്തെ തെരുവുകളിലെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴേ ഈ കഥയുടെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും. നൈജീരിയയിലെ തിരക്കേറിയ തെരുവുകൾ, അവിടെ ഒക്കാഡ എന്ന് വിളിക്കുന്ന മോട്ടോർ സൈക്കിൾ ടാക്സികൾ ഓടിച്ച് ഉപജീവനം നടത്തുന്ന 10,000-കണക്കിന് യുവാക്കളുണ്ട്. നമ്മുടെ നാട്ടിലെ ഓട്ടോ ഡ്രൈവർമാരെ പോലെ പരസ്പരം സഹായിച്ചും വലിയ കൂട്ടായ്മകൾ ഉണ്ടാക്കിയും ജീവിക്കുന്നവർ. ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഇബാദാൻ എന്ന നഗരത്തിൽ ഈ യുവാക്കൾക്ക് പരസ്പരം അത്രയേറെ ആത്മബന്ധമുണ്ട്. അവരിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ബാക്കിയുള്ളവർ അവിടെ ഓടിയെത്തും. 2014 ആ രാത്രിയിലും സംഭവിച്ചത് അത് തന്നെയായിരുന്നു. അപ്രത്യക്ഷനായ തങ്ങളുടെ ഒരു കൂട്ടുകാരനെ തിരഞ്ഞ് ആ യുവാക്കൾ കാടിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെയാണ് ആ പഴയ ഗോഡൗൺ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കാടിൻ്റെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് അവിടെ അവർ കേട്ടത് ചില മനുഷ്യരുടെ ദീനവിലാപങ്ങളായിരുന്നു. അതെ, 2014 തുടക്കത്തിൽ ആ ഞെട്ടിക്കുന്ന സംഭവം നടന്നു. ആ ബൈക്ക് ടാക്സി ഡ്രൈവർമാരിൽ 2 പേരെ പെട്ടെന്ന് ഒരു ദിവസം കാണാതാകുന്നു. അവരുടെ കൂട്ടുകാർ ആകെ പരിഭ്രാന്തരായി. ഉടനെ തന്നെ പോലീസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണത്തിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ല. പക്ഷേ തൻ്റെ കൂട്ടുകാർക്ക് എന്തു പറ്റി എന്ന് അറിയാതെ അടങ്ങിയിരിക്കാൻ ആ യുവാക്കൾക്ക് കഴിഞ്ഞില്ല. അവർ തന്നെ സ്വന്തമായി ഒരു അന്വേഷണം തുടങ്ങാൻ തീരുമാനിച്ചു. ആ നഗരത്തിൽ ഓരോ മുക്കും മൂലയും അവർ അരിച്ചുപെറുക്കി. ആരും ശ്രദ്ധിക്കാത്ത ഇടവഴികളിലും ഉപേക്ഷിക്കപ്പെട്ട പഴയ കെട്ടിടങ്ങളിലും അവർ കയറിയിറങ്ങി. തങ്ങളുടെ സുഹൃത്തുക്കളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും കിട്ടുമെന്ന് അവർ കരുതി. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവരെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. പക്ഷേ ആ നഗരത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള ആ കാടിനുള്ളിൽ അവർക്കായി ഭീകരമായ എന്തോ ഒന്ന് കാത്തിരിപ്പുണ്ടെന്ന് ആ പാവങ്ങൾ അപ്പോഴും അറിഞ്ഞിരുന്നില്ല. ആദ്യത്തെ 2 പേരെ കാണാതായതിൻ്റെ ഞെട്ടൽ മാറും മുൻപേയാണ് 2014 മാർച്ച് 22 ആ മൂന്നാമത്തെ ആൾ അപ്രത്യക്ഷനാകുന്നത്. ലാറെ സിദ്ദിഖു എന്നായിരുന്നു അയാളുടെ പേര്. എന്നാൽ ലാറയുടെ കേസ് മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. അയാളെ ജോലിക്കിടയിൽ നിന്നാണ് പെട്ടെന്ന് കാണാതായത്. ലാറയെ എല്ലാവർക്കും നന്നായി അറിയാമായിരുന്നു. പതിവ് പോലെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച് ചിരിച്ചുകൊണ്ട് അയാൾ അന്ന് ജോലിക്ക് പോയി. 2 യാത്രക്കാരെയും വണ്ടിയിൽ കയറ്റി ലാറെ പോകുന്നത് സുഹൃത്തുക്കൾ നേരിട്ട് കണ്ടതുമാണ്. സിറ്റിക്കുള്ളിലെ ചെറിയൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ലാറെ ഉടനെ തിരിച്ചെത്തുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ സമയം ഒരുപാട് കഴിഞ്ഞിട്ടും ലാറയെ മാത്രം കണ്ടില്ല. വെറുതെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി കൂട്ടുകാർ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷേ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതോടെ എല്ലാവരിലും ഒരു പേടി പടരാൻ തുടങ്ങി. ലാറ എവിടെ? ആ യാത്രക്കാർ ആരായിരുന്നു? അവിടെ നിന്നാണ് ഈ കഥ നമ്മൾ ആരും വിചാരിക്കാത്ത മറ്റൊരു വഴിയിലേക്ക് മാറുന്നത്. ലാറയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ സുഹൃത്തുക്കൾ ആകെ തകർന്നുപോയി. കാരണം ഈ ബൈക്ക് ടാക്സി ഡ്രൈവർമാർക്ക് അവരുടെ ഫോൺ പ്രധാനമാണ്. കസ്റ്റമേഴ്സിന് വിളിക്കാനും മറ്റും അത് എപ്പോഴും ഓണായിരിക്കണം. പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവിശ്വസനീയമായ ഒന്നവിടെ സംഭവിച്ചു. ലാറയുടെ നമ്പറിൽ നിന്നും തിരികെ ഒരു കോൾ വരുന്നു. അവനെ തട്ടിക്കൊണ്ടു പോയവർ അവൻ്റെ കൈവശമുണ്ടായിരുന്ന 2ാമത്തെ ഫോൺ കണ്ടിരുന്നില്ല. ആ ഫോണിൽ നിന്നാണ് അവൻ വിളിക്കുന്നത്. ഫോൺ എടുത്ത സുഹൃത്ത് അത് സ്പീക്കറിലിട്ടു. എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു നിന്നു. അപ്പുറത്ത് ലാറെ മരണഭയത്തോടെ കരയുകയായിരുന്നു. തന്നെയും വേറെ കുറെ ആളുകളെയും തട്ടിക്കൊണ്ടുപോയി നിലത്തിനടിയിലുള്ള ഒരു ജയിലിൽ അടച്ചിരിക്കുകയാണെന്ന് അവൻ വിളിച്ചു പറഞ്ഞു. തങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ആരോ നടന്നു പോകുന്ന ശബ്ദം കേൾക്കാമെന്നും എന്നാൽ ചുറ്റും കൂരിരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ കഴിയുന്നില്ലെന്നും അവൻ പറഞ്ഞു. ലാറയുടെ സംസാരത്തിനിടയിൽ മറ്റു കുറെ ആളുകളുടെ ദയനീയമായ കരച്ചിലും സഹായത്തിനായുള്ള വിളികളും
ഫോണിലൂടെ കേൾക്കാമായിരുന്നു. കൂട്ടുകാർ ആകെ ഭയന്നുപോയി. അവർ ലാറയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നീ ഇപ്പോൾ എവിടെയാണെന്ന് പറയാമോ എന്നവർ ചോദിച്ചു. പേടിച്ച് വിറയ്ക്കുകയായിരുന്നിട്ടും ലാറെ എങ്ങനെയൊക്കെയോ ആ സ്ഥലം വിവരിച്ചു. ഇബാദാൻ നഗരത്തിന് പുറത്തുള്ള സോക്ക വനത്തിലേക്കുള്ള ഒരു ഇടുങ്ങിയ വഴി. സ്ഥലം കൃത്യമായി അറിയില്ലെങ്കിലും ആ കാട്ടിനുള്ളിലെ ആ വഴിയിലൂടെ നടന്നാൽ നിലത്തിനടിയിൽ നിന്നുള്ള മനുഷ്യരുടെ നിലവിളി കേൾക്കാമെന്ന് അവൻ പറഞ്ഞു. അതായിരുന്നു ആ ഭീകര രഹസ്യത്തിലേക്കുള്ള ഏക വഴി. ഒട്ടും സമയം കളയാനില്ല. ലാറയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞങ്ങൾ വരുന്നത് വരെ ഫോൺ കട്ട് ചെയ്യരുത് എന്ന് അവർ അവനോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ആ കോൾ കട്ടായി. തിരികെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അതോടെ എല്ലാവരുടെയും ഉള്ളിലൊരു തീയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ 40ഓളം ബൈക്ക് ടാക്സി ഡ്രൈവർമാർ ഒത്തുചേർന്നു. അവർ തങ്ങളുടെ ബൈക്കുകളിൽ ആ സോക്ക വനത്തിലേക്ക് പാഞ്ഞു. ലാറെ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് അവർ ആ കാടിൻ്റെ വഴി തിരഞ്ഞു. ഒടുവിൽ റോഡരികിൽ കത്തിനശിച്ച 2 പഴയ വണ്ടികൾ അവർ കണ്ടു. ലാറെ പറഞ്ഞത് ശരിയാണ്. കാട്ടിനുള്ളിലേക്ക് വണ്ടി പോകാൻ കഴിയാത്തത്ര ഇടുങ്ങിയ വഴിയായിരുന്നു അത്. അവർ ബൈക്കുകൾ അവിടെ ഒതുക്കി നിർത്തി. പിന്നീട് ആ കാടിനുള്ളിലേക്ക് ഓരോ ചുവടും സൂക്ഷിച്ചു വെച്ച് അവർ നടന്നു. എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് നിശബ്ദരായിട്ടാണ് നീങ്ങുന്നത്. ഭൂമിക്കടിയിൽ നിന്ന് എവിടെയെങ്കിലും ഒരു നിലവിളി കേൾക്കുന്നുണ്ടോ എന്നവർ കാതോർത്തു. കാടിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും തോറും ഇരുട്ട് കൂടി വന്നു. പെട്ടെന്ന് ഏറ്റവും മുന്നിൽ നടന്ന ആൾ പെട്ടെന്ന് നിന്നു. ദൂരെ മരങ്ങൾക്കിടയിൽ നിന്ന് എന്തോ ഒരു അനക്കം. ആ 40 പേരും ശ്വാസം പോലും വിടാതെ അവിടെ ഞെട്ടി നിന്നു. എന്തായിരിക്കും ആ ഇരുട്ടിൽ അവരെ കാത്തിരിക്കുന്നത്? ഏകദേശം 50 അടി അകലെയുള്ള ഒരു മരത്തിൻ്റെ പിന്നിൽ നിന്ന് ഒരാൾ ചാടി വീഴുന്നു. എന്തോ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാൾ ആ യുവാക്കൾക്ക് നേരെ വെടിയുതിർത്തു. തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണം. ജീവൻ രക്ഷിക്കാൻ ആ 40 പേരും വന്ന വഴിയിലൂടെ ജീവനും കൊണ്ടോടി. തങ്ങളുടെ ബൈക്കുകളിൽ കയറി അവർ നഗരത്തിലേക്ക് പാഞ്ഞു. പക്ഷേ തിരികെ എത്തിയ അവർക്ക് സമാധാനം കിട്ടിയില്ല. തൻ്റെ കൂട്ടുകാരൻ ലാറയും മറ്റ് പാവങ്ങളും ആ നരകത്തിൽ കഴിയുമ്പോൾ അവർക്ക് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും? ആദ്യം പോലീസിനെ വിളിക്കുന്നതിനെക്കുറിച്ച് അവർ ആലോചിച്ചു. പക്ഷേ നേരത്തെ 2 പേരെ കാണാതായപ്പോൾ പോലീസ് കാണിച്ച അനാസ്ഥ അവർക്ക് ഓർമ്മ വന്നു. പോലീസിനെ കാത്തു നിന്നാൽ ലാറയെ ജീവനോടെ കിട്ടില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവർ ഒരു തീരുമാനമെടുത്തു. ഇത് ഞങ്ങൾ തന്നെ തീർക്കും. അവർ നഗരത്തിലെ എല്ലാ ബൈക്ക് ഡ്രൈവർമാരെയും വിവരമറിയിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ 100-ലധികം ഡ്രൈവർമാർ ആയുധങ്ങളുമായി ഒത്തുകൂടി. തോക്കും കത്തിയും വടികളുമായി അവർ ആ കാട്ടിലേക്ക് വീണ്ടും കുതിച്ചു. ഇത്തവണ ഒളിച്ചും പാത്തുമല്ല അവർ പോയത്. കാട് മുഴങ്ങുന്ന ശബ്ദത്തിൽ ആക്രോശിച്ചുകൊണ്ട് ഏത് പോരാട്ടത്തിനും തയ്യാറെടുത്താണ് അവർ കാട്ടിനുള്ളിലേക്ക് കയറിയത്. എപ്പോൾ വേണമെങ്കിലും വെടിയുണ്ടകൾ പാഞ്ഞു വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ കാട് നിശബ്ദമായിരുന്നു. ആരും അവരെ തടയാൻ വന്നില്ല. അവർ കാടിൻ്റെ ആഴങ്ങളിലേക്ക് നടന്നു. പെട്ടെന്ന് മരങ്ങൾക്കിടയിൽ നിന്ന് മാറി വിശാലമായ ഒരു സ്ഥലം അവരുടെ മുന്നിൽ തെളിഞ്ഞു. അവിടെ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. ആ പുഴ കടക്കാൻ ആകെയുള്ളത് തകർന്നു വീഴാറായ ഒരു പഴയ കൽപ്പാലം മാത്രം. ആ പാലത്തിനപ്പുറം അവരെ കാത്തിരുന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ച ആ ദൃശ്യങ്ങളായിരുന്നു. ആ പുഴയ്ക്കപ്പുറത്ത് ഉപേക്ഷിക്കപ്പെട്ട 2 കെട്ടിടങ്ങൾ. ആദ്യം കാണുന്നത് കറുത്ത നിറത്തിലുള്ള ഒരു ചെറിയ കൂരയാണ്. അതിന് തൊട്ടു പിന്നാലെയായി വലിയൊരു ഗോഡൗൺ. അതിന് ചുറ്റും മുള്ളുവേലികൾ കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതു നിമിഷവും വെടിയുണ്ടകൾ പാഞ്ഞു വരുമെന്ന് കരുതി ആ യുവാക്കൾ ആ പഴയ പാലം കടന്നു. അപ്പോഴാണ് മുന്നിൽ നടന്ന ഒരാൾ പാലത്തിന് താഴേക്ക് നോക്കുന്നത്. അവിടെ കണ്ട കാഴ്ച അവരുടെ ഉള്ളൊന്ന് പിടയ്ക്കാൻ കാരണമായി. ലാറയുടെ ബൈക്ക് ആ പാലത്തിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതോടെ അവൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് അവർക്ക് ഉറപ്പായി. ആദ്യം അവർ ആ ചെറിയ കറുത്ത കൂരയുടെ അടുത്തേക്കാണ് പോയത്. അതിൻ്റെ പഴയ മരവാതിൽ അവർ ആഞ്ഞു ചവിട്ടി തുറന്നു. പക്ഷേ ഉള്ളിൽ കണ്ട കാഴ്ച അവരെ വല്ലാതെ ഭയപ്പെടുത്തി. അവിടെ 100 കണക്കിന് വസ്ത്രങ്ങളും ചെരുപ്പുകളുമാണ് കുന്നുകൂടി കിടക്കുന്നത്. ഇത്രയധികം വസ്ത്രങ്ങൾ ഇവിടെ എങ്ങനെ വന്നു? ആരുടെ ആണിതൊക്കെ? അവർക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും വലിയൊരു അപകടം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർക്ക് തോന്നി. അവർ ആ വലിയ ഗോഡൗണിന് അടുത്തേക്ക് നീങ്ങി. പുറത്തുനിന്ന് ഉറക്കെ വിളിച്ച് ചോദിച്ചെങ്കിലും ഉള്ളിൽ നിന്ന് ഒരനക്കവും ഉണ്ടായില്ല. ഒടുവിൽ കൈവശമുണ്ടായിരുന്ന ബോൾട്ട് കട്ടറുകൾ ഉപയോഗിച്ച് അവർ ആ മുള്ളുവേലികൾ മുറിച്ചു മാറ്റി. ഡ്രൈവർമാർ ആ കെട്ടിടത്തിന് ചുറ്റും വളഞ്ഞു. ജനലുകൾ ഉയരത്തിലായതുകൊണ്ട് ഉള്ളിൽ എന്ത് നടക്കുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ ആകെ സഹിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു ദുർഗന്ധം പരക്കുന്നുണ്ടായിരുന്നു. അവസാനം ആ വലിയ ഗോഡൗണിൻ്റെ പുറകുവശത്ത് തുരുമ്പിച്ച ഒരു തകിട് കൊണ്ട് മറച്ച ഒരു വാതിൽ അവർ കണ്ടെത്തി. ശ്വാസമടക്കി പിടിച്ച് ആ മറ അവർ നീക്കി.
ആയുധങ്ങളുമായി അവർ ഉള്ളിലേക്ക് കുതിച്ചു. തങ്ങളെ ആരെങ്കിലും ആക്രമിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ച ആ നിമിഷം കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ അവർ അവിടെ തറഞ്ഞു നിന്നുപോയി. ആ കാടിന് ചുറ്റും താമസിക്കുന്നവർക്ക് ചില രഹസ്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ആ ഇടുങ്ങിയ വഴി കൂടാതെ മറ്റൊരു റോഡ് കൂടി ഈ ഗോഡൗണിലേക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി കറുത്ത ഗ്ലാസുകളുള്ള ഒരു ജീപ്പ് രാത്രികാലങ്ങളിൽ ആ വഴിയിലൂടെ വരുന്നത് നാട്ടുകാർ കാണാറുണ്ടായിരുന്നു. കൃത്യം രാത്രി 8 മണിക്ക് ആ വണ്ടി വരും. 1.5 മണിക്കൂർ കഴിയുമ്പോൾ അത് തിരിച്ചു പോകും. ആ രാത്രികളിൽ കാടിനുള്ളിൽ നിന്ന് നിലവിളികൾ കേൾക്കാമായിരുന്നു എന്ന് പലരും സാക്ഷ്യപ്പെടുത്തി. നാട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും ആരും അത് ഗൗരവമായി എടുത്തില്ല. ഒടുവിൽ പേടി കാരണം ആരും ചോദ്യങ്ങൾ ചോദിക്കാതെയായി. ആ നിലവിളികൾ കേട്ട് അത് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് അവർക്ക് വിശ്വസിക്കേണ്ടി വന്നു. പോലീസ് അന്ന് ആ പരാതികളൊന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയൊരു ക്രൂരത നേരത്തെ തടയാമായിരുന്നു. ഡ്രൈവർമാർ വരുന്നത് അറിഞ്ഞപ്പോഴേ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളും കാവൽക്കാരും കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടിരുന്നു. ഗോഡൗണിന് ഉള്ളിൽ കയറിയ ആ യുവാക്കൾ കണ്ടത് ആരെയും തളർത്തുന്ന കാഴ്ചകളായിരുന്നു. മുറിയുടെ നടുവിൽ സിമന്റ് കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ തിണ്ണ, അതിൽ നിന്നും രക്തം താഴെ വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. ആ മുറിയിലാകെ കടുത്ത രക്തക്കറകൾ പറ്റിപ്പിടിച്ചിരുന്നു. തറയിലാകെ അസ്ഥികഷ്ണങ്ങളും മാംസഭാഗങ്ങളും ചിതറിക്കിടക്കുന്നു. ഭിത്തിയിലേക്ക് നോക്കി അവർ കണ്ടത് ജീവശവമായി മാറിയ കുറേ മനുഷ്യരെയാണ്. ആഹാരം കിട്ടാതെ അസ്ഥികൂടം പോലെ ആയ മനുഷ്യർ. അവരെ അവിടെ ചങ്ങലക്കിട്ടിരിക്കുകയായിരുന്നു. പലർക്കും ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആ ഭീകരമായ സത്യം ആ യുവാക്കൾ തിരിച്ചറിഞ്ഞത്. ആ മനുഷ്യരായിരുന്നു അവിടുത്തെ കച്ചവടം. മന്ത്രവാദത്തിനും ദുർമന്ത്രവാദത്തിനും വേണ്ടി മനുഷ്യ ശരീരഭാഗങ്ങൾ വിൽക്കുന്ന ഒരു വലിയ മാഫിയ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സമ്പത്തും അധികാരവും കിട്ടാൻ മനുഷ്യ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ച് പൂജകൾ നടത്തുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഫാക്ടറി ആയിരുന്നു ആ ഗോഡൗൺ. ആ കറുത്ത ജീപ്പിൽ വന്നിരുന്നയാൾ ഇത്തരം ഓർഡറുകൾ എടുക്കുകയും ആവശ്യമായ ശരീരഭാഗങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോവുകയുമായിരുന്നു ചെയ്തിരുന്നത്. ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ക്രൂരമായ ഒരു ബിസിനസ്. ഓരോ രാത്രിയും ആ ഗോഡൗണിൽ നടന്നിരുന്നത് വാക്കുകൾക്കപ്പുറത്തുള്ള ക്രൂരതകളായിരുന്നു. അവിടെയുള്ള തടവുകാരിൽ ആരെയാണ് അന്ന് കൊല്ലേണ്ടതെന്ന് അവിടുത്തെ ജോലിക്കാർ തീരുമാനിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ചങ്ങലയഴിച്ച് മുറിയുടെ നടുവിലുള്ള ആ സിമന്റ് തിണ്ണയിലേക്ക് വലിച്ചിഴയ്ക്കും. രക്ഷപ്പെട്ടവർ ആ തിണ്ണയെ വിളിച്ചിരുന്നത് കശാപ്പുപുര എന്നായിരുന്നു. മറ്റു തടവുകാരുടെ മുൻപിൽ വെച്ച് തന്നെ അവരുടെ ശരീരഭാഗങ്ങൾ അറുത്തെടുക്കും. ആ അവയവങ്ങൾ പാത്രങ്ങളിലാക്കി കറുത്ത ജീപ്പിൽ കയറ്റി അവർ ഇരുട്ടിലേക്ക് മറയും. ഈ പീഡനത്തിന് ശേഷവും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അവരെ വീണ്ടും ചങ്ങലക്കിടും, അടുത്ത തവണത്തേക്ക് വേണ്ടി. മരിച്ചുപോയവരെ ഗോഡൗണിൻ്റെ പുറകിലെ മുറികളിലേക്ക് മാറ്റും. അവിടെ നിന്ന് മനുഷ്യരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന പഴയതരം വാളുകളും പീഡന ഉപകരണങ്ങളും രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. അതിലുപരി ഒരു വലിയ മുതലയെയും അവിടെ ചങ്ങലക്കിട്ട നിലയിൽ കണ്ടു. കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ ഇല്ലാതാക്കാൻ അവർ എത്രത്തോളം ക്രൂരമായ വഴികളാണ് നോക്കിയിരുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഞെട്ടലിൽ നിന്നും മുക്തരായ ആ യുവാക്കൾ ഉടനെ തന്നെ ചങ്ങലയിൽ കിടന്നവരെ മോചിപ്പിക്കാൻ തുടങ്ങി. ആകെ 23 പേരെയാണ് അവർക്ക് ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അവർ അവിടെയെല്ലാം തിരഞ്ഞിട്ടും ലാറെ സിദ്ദിഖുവിനെ മാത്രം കണ്ടെത്താനായില്ല. ലാറെ ഫോണിൽ പറഞ്ഞ ആ ഭൂഗർഭ ജയിൽ അവർ തിരഞ്ഞെങ്കിലും അതിൻ്റെ വാതിൽ എവിടെയാണെന്ന് ആർക്കും കണ്ടെത്താനായില്ല. വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോൾ ആ യുവാക്കൾ കരഞ്ഞു പറഞ്ഞു, നിലത്തിനടിയിൽ ഇനിയും ആളുകളുണ്ട്, ദയവായി ഒന്ന് തിരയണമെന്ന്. പക്ഷേ പോലീസ് ആ സ്ഥലം ശരിയായി പരിശോധിക്കാൻ തയ്യാറായില്ല. അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അവർ ആ ഗോഡൗൺ ഇടിച്ചു നിരത്തി. പോലീസ് ആ സ്ഥലം ഇടിച്ചു നിരത്തിയത് തെളിവുകൾ നശിപ്പിക്കാനാണോ എന്നൊരു സംശയം അന്ന് നാട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നു. ലാറയ്ക്ക് എന്ത് സംഭവിച്ചു? അയാൾ ഇപ്പോഴും അവിടെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ? ഇന്നും ആ ചോദ്യങ്ങൾ ബാക്കിയാണ്. പക്ഷേ ആ ബൈക്ക് ഡ്രൈവർമാർ വിട്ടുകൊടുത്തില്ല. തുടർന്നുള്ള ആഴ്ചകളിൽ അവർ ആ മണ്ണ് മുഴുവൻ കിളച്ചു മറിച്ചു. പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. ലാറയ്ക്ക് മറ്റുള്ളവർക്കും എന്ത് സംഭവിച്ചു എന്ന് ഇന്നും ആർക്കും അറിയില്ല. അവിടെ കണ്ട 100 കണക്കിന് വസ്ത്രങ്ങളും ചെരുപ്പുകളും തെളിയിക്കുന്നത് ഒന്നേയുള്ളൂ: അവിടെ ക്രൂരമായി കൊല്ലപ്പെട്ടത് 100 കണക്കിന് മനുഷ്യരാണ്. ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും ഈ ക്രൂരതയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ പോലും നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. അന്വേഷണം നിലച്ച സമയത്താണ് മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം കൂടി നടന്നത്. ലാറയെ തിരഞ്ഞു നടന്ന ഡ്രൈവർമാർ സംശയാസ്പദമായ രീതിയിൽ ഒരാളെ കാടിന് സമീപം കണ്ടെത്തി.
അയാളുടെ പോക്കറ്റുകൾ പരിശോധിച്ചവർ ശരിക്കും ഞെട്ടിപ്പോയി. പോക്കറ്റുകളിൽ നിറയെ മനുഷ്യനാവുകളും കുറേയധികം സിം കാർഡുകളും. ആ വ്യക്തി ആ ക്രിമിനൽ സംഘത്തിന്റെ ആളാണെന്ന് ഉറപ്പിച്ച ഡ്രൈവർമാർ അയാളെ അവിടെ വെച്ച് തന്നെ വധിച്ചു. ആ നരകത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു യുവതി ഉണ്ടായിരുന്നു. ആ യുവതി പിന്നീട് താൻ അനുഭവിച്ച ക്രൂരതകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നൈജീരിയയിലെ ആ നഗരത്തിൽ സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു അവൾ. ഒരു ദിവസം അവളുടെ വീടിന് മുന്നിൽ ഒരു വാൻ വന്നു നിന്നു. പോലീസുകാരെ പോലെ വേഷം ധരിച്ച കുറച്ചുപേർ ഇതിൽ നിന്നും ഇറങ്ങി വന്നു. അവൾ എന്തോ കുറ്റം ചെയ്തെന്നും അതിനാൽ അറസ്റ്റ് ചെയ്യുകയാണെന്നുമാണ് അവർ പറഞ്ഞത്. കണ്ടാൽ യഥാർത്ഥ ഉദ്യോഗസ്ഥരാണെന്നേ ആർക്കും തോന്നുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് അവരെ സംശയിക്കേണ്ടി വന്നില്ല. പക്ഷെ ആ വാനിനുള്ളിൽ കയറിയ നിമിഷം എല്ലാം മാറിമറിഞ്ഞു. താൻ പോലീസിൻ്റെ കയ്യിലല്ല, മറിച്ച് മനുഷ്യവേട്ടക്കാരുടെ കയ്യിലാണ് അകപ്പെട്ടതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അധികം വൈകാതെ അവളെയും മറ്റു കുറച്ചു പേരെയും ആ കാട്ടിനുള്ളിലെ കറുത്ത കൂരയ്ക്ക് മുന്നിലെത്തിച്ചു. തോക്കിൻ മുനയിൽ നിർത്തി തങ്ങളുടെ വസ്ത്രങ്ങളും കയ്യിലുള്ള സാധനങ്ങളും അവിടെ ഉപേക്ഷിക്കാൻ അവർ ആജ്ഞാപിച്ചു. പിന്നീട് ആ വലിയ ഗോഡൗണിലേക്ക് അവരെ നടത്തിച്ചു. അവിടെ നടന്നത് വിവരിക്കാൻ കഴിയാത്ത അത്രയും ക്രൂരതകളായിരുന്നു. അന്ന് അവളോടൊപ്പം അവിടെ എത്തിയവരിൽ ഭൂരിഭാഗം പേരെയും ഈ ഗോഡൗണിൽ വെച്ച് അവർ കൊന്നുതള്ളി. അവൾ മാത്രം എങ്ങനെയോ അവിടെ നിന്നും ജീവനോടെ മടങ്ങി വന്നു. പക്ഷേ കൂടെ ഉണ്ടായിരുന്നവരുടെ ആ നിലവിളികൾ ഇന്നും അവളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടാകും. നൂറുകണക്കിന് വസ്ത്രങ്ങൾ, അസ്ഥികഷ്ണങ്ങൾ, തടവിലാക്കപ്പെട്ട പാവം മനുഷ്യർ. സോക്ക വനത്തിലെ ആ ഗോഡൗൺ ഇന്നും ലോകത്തിനു മുൻപിൽ ഭീതിപ്പെടുത്തുന്ന ഒരു ചോദ്യചിഹ്നമാണ്. മനുഷ്യൻ്റെ ക്രൂരതയ്ക്ക് അതിർത്തി വരമ്പുകളില്ലെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലാറെ സിദ്ദിഖിനെ പോലെ എത്രയോ പേർ ആ വനത്തിൻ്റെ ഇരുളിൽ നിന്നും ഇന്നും നീതി കിട്ടാതെ മറഞ്ഞു നിൽക്കുന്നുണ്ടാകാം. സ്വന്തം ജീവൻ പണയപ്പെടുത്തി സത്യം പുറത്തു കൊണ്ടുവരാൻ ആ സാധാരണക്കാരായ ബൈക്ക് ഡ്രൈവർമാർ കാണിച്ച ധൈര്യം മാത്രമാണ് ഈ കഥയിലെ ഏക ആശ്വാസം. പക്ഷേ ഇവിടെ നാം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആധുനികമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ കാലഘട്ടത്തിലും പണത്തിനും അധികാരത്തിനും വേണ്ടി മനുഷ്യനെ ബലി നൽകുന്ന ഇത്തരം ക്രൂരതകൾ ഇന്നും ലോകത്ത് നടക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.